ഹലോ. അങ്ങനെ പഴനിയിലെ മുട്ടയടിക്കലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു 5-6 മണിക്കൂർ ട്രാവൽ ചെയ്ത് നേരെ പോകുന്നത് രാമേശ്വരത്തേക്കാണ് കേട്ടോ. പണ്ട് ചെന്നൈ എക്സ്പ്രസ് ഫിലിം കാണുമ്പം എപ്പോഴും ഇവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്ര പെട്ടെന്ന് നടക്കുന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പഴനി പോകണമെന്ന് നേർച്ച ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ പഴനിയിൽ എന്തായാലും പോകുമ്പോൾ രാമേശ്വരത്തും പോകണമെന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലൊക്കെ തപ്പി കണ്ടുപിടിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ അന്ന് റൂം എടുത്തു. പിന്നെ ആ ടൈമിൽ നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനോ നിന്നില്ല കേട്ടോ. പിന്നെ രാമേശ്വരത്തിൻ്റെ കോവിലിൻ്റെ തൊട്ട് ബേക്കിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ റൂമും വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ആ ഒരു വ്യൂ കണ്ട് അവിടെ അങ്ങനെ പോയി നിൽക്കാൻ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത റൂം വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം നമ്മൾ പുലർച്ചെ എണീച്ചിട്ടാണ് ദർശനത്തിന് വേണ്ടി പോയത്. നല്ല തിരക്കൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടെങ്കിലും 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ദർശനമൊക്കെ കിട്ടിയേ. ആദ്യമൊന്നും ഫോണിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വീഡിയോ എടുക്കുന്നതിലൊന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോൺ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എഴുതി വെച്ചപ്പോൾ നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആദ്യം കയറണമെന്ന് തന്നെ കൺഫ്യൂഷൻ അടിച്ചു പോയി. കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ക്യൂ കണ്ടപ്പം പിന്നെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ തലകറക്കമൊക്കെ ആയപ്പം മതിയെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ് ആയിരുന്നു കേട്ടോ. അത്ര അടിപൊളിയായിരുന്നേ. പിന്നെ അവിടെയുള്ള ഒരാൾ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അവിടുത്തെ നമ്പൂതിരി നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി. അതിന് ശേഷം പകലത്തെ വ്യൂ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. കോവിലിനുള്ളിൽ കയറിയപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും ഒരേ കാര്യമായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു കോവിൽ പണിതെടുത്തു എന്ന്. കാരണം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാമേശ്വരം പോയവർക്കാണെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് അറിയായിരിക്കും. പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് പൂജ നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഇന്ത്യേൻ്റെ ഒരു അറ്റത്തേക്കാണ്, ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ.